ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു കിഡിലൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് സവോള, തക്കാളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എപ്പോഴും കൈമ റൈസ് ഉപയോഗിക്കണം. നല്ല അടിപൊളി ബിരിയാണി തയ്യാറാക്കിയെടുക്കുക. ഒരു 20 മിനിറ്റ് നമുക്ക് അരി നന്നായിട്ട് കഴുകി കുതിർത്ത് വെക്കുക. ഇനി 1 കപ്പ് അരിയിലേക്ക് 1/4 കപ്പ് വെള്ളം എന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് സ്പൈസസും ക്യാരറ്റും കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 1/4 ഭാഗം വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ചിക്കനും ഇവിടെ 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റാണ് ഇത് ദം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല കിഡിലൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്ക് വരെ ഈ ഒരു ബിരിയാണി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യണേ.